ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? ടീച്ചർ വിദ്യാർത്ഥികളോട് ചോദിച്ചു. പൈലറ്റ്, ഡോക്ടർ, മാനേജർ എന്നൊക്കെയായിരുന്നു മറുപടികൾ. ഒരു കുട്ടി മാത്രം പറഞ്ഞു, കുതിരപ്പന്തയക്കാരനാകണം ടീച്ചറെന്ന്. ടീച്ചർ അവനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അത് നിലവാരമില്ലാത്ത ജോലിയാണ്. നാളെ നല്ലൊരു ലക്ഷ്യം കണ്ടെത്തിക്കൊണ്ടുവരണം. പിറ്റേന്ന് ക്ലാസ്സിലെത്തി അവൻ പറഞ്ഞു, ടീച്ചറെ, എന്റെ സ്വപ്നം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഇന്ന് 100 കുതിരകൾ സ്വന്തമായുള്ള പന്തയ നേതാവാണ്. അവന് കീഴിൽ ഒട്ടേറെ ഡോക്ടർമാരും മാനേജർമാരും പണിയെടുക്കുന്നു. അവന്റെ സ്വകാര്യ വിമാനം പറത്തുന്നതോ പൈലറ്റ് ആകണമെന്ന് അന്ന് ടീച്ചറോട് ക്ലാസ്സിൽ പറഞ്ഞ സഹപാഠിയും. സ്വപ്നം കാണാൻ ശേഷിയുള്ളവർ മാത്രമേ സ്വന്തം സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കൂ. അനിഷേധ്യമായ ആഗ്രഹങ്ങളും പേര് നടക്കുന്നവർക്ക് ആർക്കും തകർക്കാനാവാത്ത ചില ഊർജ്ജ സംഭരണശാലകളുണ്ടാകും. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന അമാനുഷിക വീര്യം ആഗ്രഹങ്ങൾ നേടുന്നതുവരെ അവർ വിശ്രമിക്കാൻ അനുവദിക്കില്ല. തനിക്ക് മാത്രം മനസ്സിലാകുന്ന ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നവർക്കായിരിക്കും കൂടുതൽ പ്രതിരോധശേഷി ഉണ്ടാവുക. എതിരെ വീശുന്ന കാറ്റിനോട് പോലും ഉത്തരം പറയേണ്ടി വരും. പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള പ്രലോഭനത്തോട് നിരന്തരം സമരം ചെയ്യേണ്ടി വരും. എല്ലാത്തിനുമുപരി താനാണ് തന്നെ നിയന്ത്രിക്കേണ്ടതെന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും വേണം. സ്വപ്നങ്ങൾ വിൽക്കാൻ വന്നിരിക്കുന്നവരെ പരസ്യമായി അധിക്ഷേപിക്കരുത്. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതിന് കാരണം അവയുടെ സാധ്യതയും പ്രായോഗികതയും കണ്ടെത്താനുള്ള അറിവോ യുക്തിയോ ഇല്ലാത്തതാകാം. താൻ വിശ്വസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന വഴികളിലൂടെ എല്ലാവരെയും നടത്തുന്നവനല്ല. ഓരോരുത്തർക്കും തനത് വഴികൾ രൂപപ്പെടുത്തി ആ വഴികളിലൂടെ തനിച്ച് നടക്കാൻ പ്രേരിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വഴികാട്ടി.